അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയതായ ലേഖനത്തിൻ്റെ തിരുവചന പഠനമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ അവസാന വേദവാക്യങ്ങളാണ് ദൈവസന്നിധിയിൽ നാം ധ്യാന വിഷയമാക്കിയത്. ഇന്ന് 10-ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് വണക്കി ദൈവമുൻപാകെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വചനമാകുന്നു. ആ വചനം ജഡം ധരിച്ച് മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതകളെ ഓർക്കാതെ, കുറവുകളെ ഓർക്കാതെ, ദൈവമേ, ഞങ്ങളെ നീ വിശുദ്ധീകരിച്ച് നിൻ്റെ തിരുവചനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രശോഭിതരാക്കണമേ. വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവെ, അവിടുത്തെ സ്വർഗീയമായ ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ പരിശുദ്ധ അഭിഷേകത്താൽ അവിടുന്ന് ധന്യരാക്കണമേ. ഞങ്ങൾ എന്നാളും നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കൊരിന്ത്യർ എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ കർത്തൃസേവ, സുവിശേഷ ഘോഷണം, അത് നിസ്വാർത്ഥമായ ഒരു സമർപ്പണമായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ വേദപഠന ക്ലാസ്സിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. 9-ാമത്തെ അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട്, പ്രഘോഷിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകരുടെ ഉപജീവനത്തെക്കുറിച്ചും അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചുമൊക്കെയും വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗങ്ങളിലൂടെ നാം ധ്യാനിച്ചു. പ്രത്യേകിച്ച് 5 കാര്യങ്ങളാണ് പൗലോസ് ശ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചത്. അതിൽ ഒന്നാമതായിട്ട് സാധാരണക്കാരായ ആളുകളുടെ, കർഷകരുടെ ജീവിതത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു കർഷകൻ തൻ്റെ കൃഷിയിൽ നിന്നും അതിൻ്റെ ആദായത്തിൽ നിന്നും ഉപജീവനം കഴിക്കുന്നു എന്നും, രണ്ടാമതായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ അത് വ്യക്തമായി കൽപ്പിക്കുന്നു എന്നും, മൂന്നാമതായിട്ട് ഇതുവരെയുള്ള അപ്പോസ്തലന്മാരൊക്കെയും തങ്ങളുടെ ശുശ്രൂഷയിൽ മറ്റുള്ളവരുടെ കരുതലും സ്നേഹവും കൊണ്ടാണ് അവരുടെ ഉപജീവനം നടത്തിയിരുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ വിവിധ ഇടങ്ങളിലെ വിവിധ മതങ്ങളിലെ ഉപദേശകന്മാർ, പുരോഹിതന്മാർ ഒക്കെ ആ
മതത്തിൽ നിന്ന് തന്നെയാണ് ഉപജീവനം കഴിക്കുന്നത് എന്നും മാത്രമല്ല കർത്താവ് തന്നെ ഇത് നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരവകാശമാണെന്നും പൗലോസ്ലീഹ വിവിധ വേദഭാഗങ്ങളിലൂടെ കഴിഞ്ഞ വേദഭാഗ പഠനത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നതായി കാണുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുവാനായിട്ടുള്ള ചില വേദഭാഗങ്ങളുടെ പശ്ചാത്തലമാണ് 9-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ കുറേ അവകാശങ്ങളൊക്കെ ക്രിസ്തീയ സുവിശേഷ പ്രഘോഷകർക്ക് ഉണ്ടായിരിക്കെ ഞാൻ അതൊന്നും അവകാശപ്പെടുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. തൻ്റെ മിഷണറി ദൗത്യത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരിൽ ഒരാളായി, ജാതികളുടെ അപ്പോസ്തോലന്മാരിൽ ഒരാളായി, ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ച ഈ പൗലോസ്ലീഹ പറയുന്നത് കഴിഞ്ഞ 5 കാര്യങ്ങൾ 1 മുതൽ 14 വരെയുള്ള 9-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങളുടെ സമാപനത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെ ചില അവകാശവാദങ്ങളൊക്കെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ തന്നെ സമൂഹം തന്നെ കർത്താവ് തന്നെ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സുവിശേഷകൻ്റെ കുടുംബത്തിൻ്റെ അല്ലെ സുവിശേഷകൻ്റെ ഉപജീവനം എങ്ങനെ ആയിരിക്കണം എന്ന് ഈ വേദഭാഗത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കെ 14 മുതലുള്ള വാക്യങ്ങൾ ആരംഭിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് ഈ അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. ഈ അവകാശങ്ങളൊക്കെ ക്ലെയിം ചെയ്യുന്ന ഒരു സുവിശേഷകനല്ല ഞാൻ. ക്രിസ്തീയ സുവിശേഷ രംഗത്ത് അത് സുവിശേഷകനായാലും പുരോഹിതനായാലും ഏത് രീതിയിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നവരായാലും പൗലോസ്ലീഹായുടെ മാതൃക ഏറ്റവും അനുകരണീയമായ 1-2 കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇത്രമാത്രമൊക്കെ അവകാശങ്ങൾ സുവിശേഷ പ്രഘോഷണ രംഗത്ത് സുവിശേഷകർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളതാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അതെല്ലാം വ്യക്തമായി പ്രതിപാദിച്ചതായിട്ട് മുൻ പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാൽ തന്നെയും പൗലോസ്ലീഹ പറയുന്നത് ഈ അവകാശങ്ങളെപ്പറ്റി തികച്ചും താൻ ബോധവാനായിരിക്കെ ഞാൻ അതെല്ലാം ത്യജിക്കുന്നു. ഈ അവകാശവാദങ്ങളൊന്നും എനിക്ക് വേണ്ട. അതല്ല എൻ്റെ ശുശ്രൂഷയിലെ മനോഭാവം. ഇതാണ് സുവിശേഷകരിൽ നിന്നും പൗലോസിൻ്റെ സുവിശേഷീകരണവും പ്രവർത്തനവും വ്യത്യസ്തമാകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേർക്കാഴ്ചയിലൂടെ കാണുമ്പോൾ സുവിശേഷ രംഗത്ത് വ്യത്യസ്തമായ ഒരു മാതൃക പൗലോസ്ലീഹ നമുക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിലാണ് കൂടുതലും സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അവിടെയും പൗലോസ്ലീഹ പറയുന്നത് എനിക്ക് ഒരുപക്ഷെ സഭ, കർത്താവ്, ന്യായപ്രമാണം, സമൂഹം ഒക്കെ ഒരു സുവിശേഷ പ്രഘോഷകൻ, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷി എന്നുള്ള നിലയിൽ ചില അവകാശങ്ങളും ചില ആനുകൂല്യങ്ങളുമൊക്കെ എനിക്ക് കൽപ്പിച്ച് തന്നിട്ടുണ്ട് ഓരോ സുവിശേഷകനും. എന്നാൽ ആ ആനുകൂല്യങ്ങളെയും അവകാശങ്ങളെയും പറ്റിയൊക്കെയുള്ള സർവബോധ്യവും എനിക്കുണ്ടായിരിക്കെ അതൊന്നും ക്ലെയിം ചെയ്യുകയല്ല, ഞാൻ അതെല്ലാം ത്യജിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു സുവിശേഷകനാണ് എന്ന് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ പറയുന്നത് ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ എനിക്ക് ആത്മപ്രശംസയില്ല. ഒരു പ്രശംസയും കൂടാതെയാണ് ഞാൻ ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത്. അതിനെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെ
നിസ്വാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ചത് എന്ന് പറയുന്നതിന് ആധാരമാക്കിയ ചില ഘടകങ്ങൾ പൗലോസ്ലീഹായുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം പൗലോസ്ലീഹായ്ക്ക് തൻ്റെ വിളിയെപ്പറ്റിയുള്ള ഉത്തമ ബോധ്യമുണ്ട്. അത് തൻ്റെ ലേഖനങ്ങളിൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, തന്നെ വിളിച്ചവനായ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ നിയമിച്ചതാണ്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ആരെയാണോ ഇപ്പോൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഉപദ്രവിക്കപ്പെടുന്ന കർത്താവാണ് ഞാൻ. അവിടെ വെച്ച് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ വിശ്വസ്ത അനുയായിയായി തൻ്റെ ക്രൂശിൻ്റെ സാക്ഷ്യം, ഉയർപ്പിൻ്റെ സാക്ഷ്യം, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം ഇതൊക്കെ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ നിയോഗിച്ചതാണ്. ആ ഒരു ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിലൂടെയാണ് ഞാൻ കർത്താവിന് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതൊരു പ്രതിഫലത്തിന് വേണ്ടിയല്ല, അതൊരു ഉപജീവന മാർഗമായിട്ടല്ല. ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച ആ കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം പരിശുദ്ധനായ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാരണം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ 26-ാം അധ്യായം 15-ാം വാക്യത്തിലൊക്കെ അവിടെ കാണുവാനായിട്ട് സാധിക്കുക, അഗ്രിപ്പ രാജാവിൻ്റെ മുൻപാകെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്നു, എന്നെ വിളിച്ചവനായ കർത്താവിൻ്റെ സുവിശേഷമാണ് ഞാൻ ഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പിന്നീട് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന് എഴുതുന്നു. ഭൗമികമായ സാഹചര്യങ്ങളെ ഒക്കെയും അത് ദൈവികമാക്കി തീർക്കുന്ന ഒരനുഭവമായിരുന്നു പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വിവിധ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അതൊന്നും വ്യാഖ്യാനിക്കുവാൻ ഞാൻ ഈ സമയമെടുക്കുന്നില്ല. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലും, ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലും, യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിലൊക്കെ ദൈവം വിളിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ താൻ ചെയ്യാനുള്ളതായ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചു വിടുന്നതായ ഒരനുഭവം. ദൈവം മോശയെ വിളിച്ചു, മോശയോടും പറഞ്ഞു, മോശ പറഞ്ഞു, അയ്യോ എനിക്ക് കഴിവില്ലാത്തവനാണ്, ഞാൻ വിക്കനാണ്, നിനക്ക് സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ നിൻ്റെ നാവിൽ തന്നുകൊള്ളാം. നീ സംസാരിക്കുന്നത് ദൈവത്തിനു വേണ്ടിയാണ്, ദൈവമാണ് നിന്നെ നിയോഗിച്ചത്, നിൻ്റെ സ്വാർത്ഥതയോ നിൻ്റെ ഇഷ്ടമോ സംസാരിക്കുവാൻ വേണ്ടിയല്ല. ഇത് ഓരോ ക്രൈസ്തവ സുവിശേഷകനും ദൈവം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഒരു പ്രവാചകനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാവാണ്, ദ ടങ് ഓഫ് ഗോഡ്. പ്രോഫറ്റ് എന്ന് പറയുന്നത്, പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാവാണ്. അവൻ്റെ ഇഷ്ടം സംസാരിക്കുവാൻ വേണ്ടിയല്ല. ദൈവം എന്താണോ തനിക്ക് അറിവ് നൽകുന്നത്, ദൈവം എന്താണോ പറയുവാൻ തന്നെ നിയോഗിച്ചിരിക്കുന്നത്, അത് പറയുവാനുള്ള ഉത്തരവാദിത്തമാണ്, തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരമാണ്, തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിയോഗമാണ് ഈ സുവിശേഷീകരണം എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് പൗലോസ് തിരുവചന ശുശ്രൂഷ നിർവഹിച്ചത്. ആ പൗലോസിനെ പോലെ ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണമാണ് ഈ സുവിശേഷം പറയുന്ന ഞാനും എൻ്റെ സഹോദരങ്ങളും കേൾക്കുന്നതായ നിങ്ങൾ ഓരോരുത്തരും ആ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിഷ്കളങ്കതയോടെ, നിസ്വാർത്ഥതയോടെ, നിർമ്മലതയോടെ സുവിശേഷിക്കുവാൻ കഴിയുന്നതാകണം എന്നുള്ളതാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ 19 മുതൽ 23 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ്ലീഹ
മറ്റ് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ആരംഭിക്കുന്നത്, ഞാൻ ആരുടെയും അടിമയല്ല, ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ പരമാവധി ആളുകളെ കർത്താവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ അടിമയാക്കി വച്ചിരിക്കുക. ഞാൻ മറ്റുള്ളവരുടെ അടിമയല്ല, ഞാൻ എന്നെ തന്നെ, എൻ്റെ ശരീരത്തെ തന്നെ, എൻ്റെ ആഗ്രഹങ്ങളെ തന്നെ, ഭൗതികമായ ഇച്ഛകളൊന്നും ഞാൻ അതിലേക്ക് പോകാതെ എന്നെ തന്നെ സ്വയം പരിമിതപ്പെടുത്തി ആത്മനിയന്ത്രണത്തോടുകൂടി എൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി ഞാൻ പരിശീലിപ്പിച്ചിരിക്കുന്നു. ഇതാണ് പൗലോസിൻ്റെ പ്രവർത്തന ശൈലി. ഒരുപക്ഷേ ഇന്ന് ഭാരതീയ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ്ലീഹ കാട്ടിത്തരുന്ന മാതൃക വളരെ അനുകരണീയമാണ്. ഇന്ന് ഈ പല ഇടങ്ങളിലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ക്രൈസ്തവ സുവിശേഷീകരണത്തിൽ പല ഭാഗത്തും അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പല പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ പല മാധ്യമങ്ങളിലൂടെയും പലയിടത്തും സുവിശേഷകർ വളരെ പീഡ അനുഭവിക്കുന്ന, ക്രിസ്ത്യാനികൾ പീഡ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് ഭാരതീയമായ മതത്തിൻ്റെ സാഹചര്യങ്ങളുടെ, സമൂഹങ്ങളുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ സുവിശേഷീകരണം നടത്തുമ്പോൾ ഉണ്ടാകുന്നതായ ചില പരിമിതികളും പ്രതിസന്ധികളുമാണ്. അത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ യവനന്മാരുടെ ഇടയിലും ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും വളരെ അത്ഭുതകരമായി സ്വീകാര്യമായ രീതിയിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ സുവിശേഷം ആദിമ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചത് എന്ന് പൗലോസിൻ്റെ ജീവിത സുവിശേഷ മാതൃക നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതേപോലെ ഇതിൽ കൂടുതൽ പ്രതിസന്ധികൾ അന്നുണ്ടായിരുന്നു. ക്രിസ്തുവിനെ അറിയാത്ത ജാതികളുടെ ഇടയിൽ, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ, വിവിധ അന്യദൈവങ്ങളുള്ള കൊരിന്തിലും ഒക്കെയുള്ള അന്യദൈവങ്ങളുടെ ആരാധനകളും പൂജാവിധികളും സമൃദ്ധമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം എങ്ങനെയാണ് പൗലോസ്ലീഹ ജനങ്ങളിലേക്ക് നൽകിയതും ആയിരങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് സ്നാനപ്പെട്ട് കടന്നു വന്നതും എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന, മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ് പൗലോസ്ലീഹ സുവിശേഷ പ്രവർത്തനത്തെ ഫലപ്രദമായി മുന്നോട്ട് നയിച്ചത് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ എല്ലാ സുവിശേഷകർക്കും ഒരു വലിയ പാഠപുസ്തകമാണ് പൗലോസിൻ്റെ ഈ വേദഭാഗം. എല്ലാവരും അനുകരിക്കാൻ ശ്രമിക്കുന്നതും പാഠമാക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു ശൈലിയാണ് പൗലോസിൻ്റെ പ്രവർത്തന ശൈലി. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ ഞാനൊരു യഹൂദനെ പോലെയായി. യഹൂദന്മാരുടെ ഇടയിൽ ഞാനൊരു യഹൂദനെ പോലെയായിരുന്നു. കാരണം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോഴും അവരോടൊപ്പം ഞാൻ ജീവിച്ചപ്പോഴും അവരെ പോലെ ജീവിച്ചപ്പോഴും ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ടാണ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത്. യേശുതമ്പുരാൻ അതിന് മാതൃക കാണിച്ചു തന്നല്ലോ. യേശുതമ്പുരാൻ ജാതികളുടെ ഇടയിൽ, ശമര്യരുടെ ഇടയിൽ ഒക്കെയും തൻ്റെ ക്രൈസ്തവ സാക്ഷ്യം അവരിലേക്ക് പകർന്നു കൊടുത്തു. ക്രിസ്തുവിൻ്റെ വചനം അവർക്ക് നൽകി, ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നൽകി, ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ അവർക്ക് വേണ്ടി നൽകി, വിഭാഗിച്ച് നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പലപ്പോഴും ശമരിയാക്കാർ യേശുവിനെ നല്ല രീതിയിൽ സ്വീകരിക്കാഞ്ഞതുകൊണ്ട്
കർത്താവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ബോവനേർഗസ് സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവെ, ഏലിയാവ് ആകാശത്ത് നിന്ന് തീയിറക്കി കൊണ്ടുവന്നതുപോലെ ഈ ശമരിയാക്കാരുടെ മേൽ തീയിറക്കി അവരെ അങ്ങ് ചാരമാക്കി കളഞ്ഞാൽ എന്താണെന്ന് പോലും ചിന്തിച്ചതായ കർത്താവിൻ്റെ ശിഷ്യന്മാരുണ്ട്, യാക്കോബും യോഹന്നാനും, ഇടിമക്കൾ അല്ലെങ്കിൽ സെബദി മക്കൾ. അതുകൊണ്ടാണ് അവർക്ക് ബോവനേർഗസ്, ഇടിമക്കൾ എന്ന് പേര് വന്നത്. എന്നാൽ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിച്ചു. ആ ശമരിയാക്കാരെല്ലാവരും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ധാരാളം ആളുകൾ യേശുവിനോടൊപ്പം ചേർന്നു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ പാർക്കണമേ. അപ്പോൾ പാപികളുടെ ഇടയിലും പാപിനികളുടെ ഇടയിലും രോഗികളുടെ ഇടയിലും യഹൂദന്മാർ പാളയത്തിലേക്ക് പുറത്തേക്ക് തള്ളിക്കളഞ്ഞതായ കുഷ്ഠരോഗികളുടെ ഇടയിലും ഒക്കെ യേശു തമ്പുരാൻ അവരെ തൊട്ട് അവരോട് ചേർന്ന് പ്രവർത്തിച്ചു. എന്നാൽ യേശു തമ്പുരാൻ ആ പാപികളോട് ഒപ്പം അവരോട് നടന്നതുകൊണ്ട് യേശു തമ്പുരാൻ പാപിയായില്ല. എന്നാൽ അവരെയെല്ലാം ചേർത്ത് പിടിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇതാണ് പൗലോസ് മാതൃകയാക്കിയ പ്രവർത്തന ശൈലി, സുവിശേഷീകരണം. എങ്ങനെയായിരുന്നു ആ സുവിശേഷീകരണം? പൗലോസ് ലീഹ പറയുന്നു, ഞാൻ യഹൂദന്മാരുടെ ഇടയിൽ ഒരു യഹൂദനെ പോലെ. അതിൻ്റെ ഉദാഹരണമായിട്ട് പൗലോസ് ലീഹ പ്രവർത്തിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായ തീമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ വിശ്വാസിയായ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അവരുടെ മകനാണ് തീമത്തിയോസ്. അവൻ തന്നോടുകൂടെ വരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. എന്നാൽ അവൻ്റെ അപ്പൻ യവനനാണെന്ന് അവിടങ്ങളിലുള്ള എല്ലാ യഹൂദന്മാർക്കും യവനന്മാരും അറിഞ്ഞിരുന്നതിനാൽ അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. യഹൂദന്മാർ ചെയ്തു വന്ന പരിച്ഛേദന കഴിപ്പിച്ചു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ പാരമ്പര്യങ്ങളെയും അവരുടേതായ ആചാരങ്ങളെയും ഒരിക്കലും പൗലോസ് ലീഹ നിരസിക്കുന്നില്ല. താൻ ക്രിസ്തുവിലായിരിക്കുമ്പോൾ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷീകരണം നടത്തുമ്പോൾ അവിടെ യഹൂദനായ ഒരു മനുഷ്യനെ ആ കുടുംബത്തിൽ, തീമത്തിയോസ്, അവൻ്റെ അപ്പൻ യവനനാണെന്നിരിക്കെ, അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ, അവൻ്റെ അമ്മയെ ഒരു യഹൂദ സ്ത്രീയാണെന്നിരിക്കെ, എല്ലാവർക്കും അറിയാമെന്നിരിക്കെ, ക്രിസ്തീയമായ സുവിശേഷീകരണത്തിന് അവനെ ആദായപ്പെടുത്തിയത്, അവനെ കൊണ്ടുവന്നത് യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച് അവനെ പരിച്ഛേദന നടത്തുന്നതിന് പൗലോസ് അനുവദിച്ചുകൊണ്ട് പൗലോസിൻ്റെ കൂടെ ചേർത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണമില്ലാത്ത യവനന്മാർക്ക് താൻ അവരെപ്പോലെയായി. അത് വ്യക്തമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ഈ വേദഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത്. 17-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അങ്ങനെ വിവിധ വിശദീകരണങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തിലൂടെ തീമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചതിലൂടെയും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ഒരു വേദഭാഗം നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കണം. അവിടെ മക്കളെ പരിച്ഛേദന കഴിക്കരുതെന്നും
നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു. പൗലോസിനെ പറ്റി യഹൂദന്മാരുടെ ഇടയിൽ വന്ന ഒരു പരിഭവവും ഒരു കുറ്റാരോപണവുമാണിത്. എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ പരിച്ഛേദന കഴിക്കരുതെന്നും യഹൂദന്മാരുടെ മര്യാദയനുസരിച്ച് നടക്കരുതെന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് യഹൂദന്മാർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു എന്ന് അവിടെയുള്ള യഹൂദ ക്രിസ്ത്യാനികൾ പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നത്, ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ നിശ്ചയമായും അറിഞ്ഞ്, നീ വീണ്ടും ഇവിടെ വന്നു എന്ന് അവർ നിശ്ചയമായും അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടും നിന്നെ ഉപദ്രവിക്കുവാനായിട്ടും സാധ്യതകളുണ്ട് എന്ന് അവർ പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് പറയുന്നത് നീ ചെയ്യണം. എന്താണ് അവർ പറഞ്ഞത്? നേർച്ചയുള്ള 4 പുരുഷന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോട് കൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് വഹിക്കുക. എന്നാൽ നിന്നെക്കുറിച്ച് കേട്ടത് സത്യമല്ല എന്നും നീ ന്യായപ്രമാണം ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. അപ്പോൾ പൗലോസ് യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷീകരണം നടത്തിയപ്പോൾ യഹൂദന്മാരുടെ ആചാരങ്ങളെ നിരസിച്ച് കളയുകയല്ല. നീ എല്ലാം നിരസിച്ചിട്ട് വേണം എൻ്റെ അടുക്കലേക്ക് വരണം എന്ന് ഒരിക്കലും പൗലോസ് ആഹ്വാനം ചെയ്തില്ല. യഹൂദൻ്റെ മകനായ, യഹൂദ സ്ത്രീയുടെ മകനായ തിമത്തിയോസിനെ പരിച്ഛേദന കഴിച്ച് തൻ്റെ ശിഷ്യനാക്കി തീർത്തു. മറ്റുള്ളവർ പരിച്ഛേദന കഴിക്കരുത് എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു എന്നുള്ള കുറ്റാരോപണം നടത്തിയപ്പോൾ അവിടെയുള്ള 4 വ്രതക്കാരായ മനുഷ്യരോടൊപ്പം ദേവാലയത്തിൽ ചെന്ന് ക്ഷൗരം ചെയ്ത് ശുദ്ധി വരുത്തുന്ന അനുഭവത്തിലൂടെ അവരുടെ ആചാരങ്ങളുടെ ഒരു ഭാഗത്തിൽ തന്നെ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സുവിശേഷീകരണത്തിൻ്റെ മാതൃക ഈ വേദഭാഗത്തിലൂടെ പൗലോസ് നമ്മെ കാണിച്ചു തരുന്നു. അങ്ങനെ ഫലപ്രദമായി വിവിധ സംസ്കാരങ്ങളുടെയും വിവിധ മതങ്ങളുടെയും ഇടയിൽ എങ്ങനെയാണ് ഫലപ്രദമായി കർത്താവിൻ്റെ സുവിശേഷം, ആരെയും തള്ളിപ്പറയുകയല്ല, ആരുടെയും ആചാരങ്ങളെ തള്ളിപ്പറയുന്നില്ല, ആരുടെയും അനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയുന്നില്ല, അവരോടൊപ്പം നിന്നുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന, ക്രിസ്തുവിലേക്ക് അനേകായിരങ്ങളെ നേടിയെടുക്കുന്ന പൗലോസ്ലീഹായുടെ പ്രവർത്തന ശൈലി ഏറ്റവും അനുകരണീയമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഭാരതത്തിൽ അർത്ഥവത്തായി സുവിശേഷീകരണം നിർവഹിക്കുവാൻ ക്രിസ്തീയ സഭ ഉൾക്കൊള്ളുന്ന ഭാരതീയ അനുഭവങ്ങൾ, ആ സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അർത്ഥവത്തായി സുവിശേഷീകരണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അവരിലൊരാളായി നിന്നുകൊണ്ട് നമ്മളുടെ വേഷവിധാനങ്ങളും സന്യസ്തരുടെ വേഷവിധാനങ്ങളുമൊക്കെ ഭാരതീയമായ സംസ്കാരത്തോട് ചേർന്ന് കാവി വസ്ത്രങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ധാരാളം സന്യാസിമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ കാവി വസ്ത്രങ്ങൾ? ഭാരതീയമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഭാരതീയ സന്യാസിമാരുടെ വേഷവിധാനങ്ങളോട് താതാത്മ്യപ്പെടുന്ന ഒരു വേഷവിധാനമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ക്രിസ്തു വിശ്വാസത്തിൽ മാറി നിന്നുകൊണ്ടോ സ്വീകരിക്കല്ല, അവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരനുഭവം നമുക്ക് ഈ വിവിധ സഭാവിഭാഗങ്ങളിലെ ക്രൈസ്തവ സാക്ഷ്യത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ വേദശാസ്ത്രവും വേദപഠനവും
സുവിശേഷീകരണവുമൊക്കെ അപ്രകാരം നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിന് ആകർഷണമായി തീരുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ഇല്ലാത്തവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴും ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയാകാതെയും ക്രിസ്തുവിൻ്റെ നിയമത്തിന് വിധേയനായി തീരുവാനും അപ്രകാരം പ്രവർത്തിക്കുവാനും സാധിക്കും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഏതൊരു ചെടിയും ഒരു ചെടിച്ചട്ടിയിൽ നിന്നും മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ മാറ്റിവെക്കുമ്പോൾ ആ ചെടിയിലെ മണ്ണ് മുഴുവനും നമ്മൾ ഇളക്കിക്കളയാറില്ല. കുറച്ച് മണ്ണ് അതിനോട് ചേർത്ത് വെച്ചാണ് പുതിയ ചെടിച്ചട്ടിയിലേക്ക് മണ്ണിലേക്ക് ഇതിറക്കി വയ്ക്കുന്നത്. ക്രമേണ അത് പുതിയ മണ്ണിൽ വേരുറപ്പിക്കുകയും ആ സാഹചര്യത്തിലേക്ക് അത് വളർന്നു വരികയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മണ്ണ് മുഴുവനായി എടുത്തു കളഞ്ഞാൽ ആ ചെടി തന്നെ ഉണങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ചെടി മാത്രം ചെടിച്ചട്ടിയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് മറ്റൊരു ചെടിയിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ചെടി ഉണങ്ങിപ്പോകും. എന്നാൽ അതിലെ അല്പം മണ്ണോട് ചേർത്ത് പുതിയ ചെടിച്ചട്ടിയിലെ മണ്ണിലേക്ക് വെച്ചാൽ അത് ഭംഗിയായി വളർന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. പുതിയ മണ്ണിൽ അത് വേരുറപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഭാരതീയ സുവിശേഷീകരണത്തിൽ ഒരു നല്ല മാതൃക പൗലോസ്ലീഹ നമുക്കിതിലൂടെ കാണിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ഈ വേദഭാഗങ്ങളിലൂടെ ക്രൈസ്തവ സുവിശേഷീകരണത്തിന് വലിയൊരു മാതൃകയാണ് പൗലോസ്ലീഹ നമുക്ക് കാണിച്ചു തന്നത്. ആ ദൈവികമായ സാക്ഷ്യം ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം മറ്റാരെയും അവഗണിക്കുകയോ മറ്റ് ഉള്ളിടത്ത് പ്രശ്നക്കാരായി തീരുകയോ അല്ല. പ്രശ്നക്കാരുടെ ഇടയിലും പ്രതിസന്ധികളുടെ ഇടയിലും നല്ല സാക്ഷ്യം നിർവഹിക്കുന്നവരെ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.